ஹாய், வணக்கம் நண்பர்களே. நம்ம உடம்புக்குள்ளே நச்சு பொருடிகள் சேர்த்திருங்கிது ഉടനെ ഡീറ്റോക്സ് പണ്ണ വേണം. അതിനാലൊരു സ്പെഷ്യൽ ജ്യൂസ് കുടിക്കണം. ഇപ്പഴ് നിറയെ പരസ്യങ്ങൾ നാമ പാக்கிறோம். ஆனால் உண்மையிலேயே നമ്മുടെ ഉടമ്പിൽ ടോക്സിൻ எப்படி சேருது, அதே வெளியேற்ற സുരക്ഷിതமான വഴിമുறை என்ன வாங்க தெரிஞ்சுக்கலாம். നാം സാപ്പിടും ഉണവിലുള്ള അധികமான ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ്, മദ്യപാനം, പുകയില, ചില മരുന്നുകൾ, മലിനമായ കാറ്റ്, കെമിക്കൽ സമ്പർക്കം ഇവയെല്ലാം നമ്മുടെ ഉടലിന് അധികமான വിளைவை കൊടുക്കലാണ്. ஆனால் നമ്മുടെ ഉടമ്പ് സുമ്മാ ഇരിക്കുന്നത് ഇല്ലേ. നമ്മുടെ കല്ലീരൽ, അതാവത് ലിവർ, രക്തത്തിലുള്ള പല തീങ്കാന പൊരുടുകളെ മാറ്റി സുരക്ഷിതമാക്കുന്നത്. സിറുനീരകങ്ങൾ, അതാവത് കിഡ്നികൾ, രക്തത്തെ ഫിൽറ്റർ പണി വേണ്ടാതെ കഴിവുകളെ സിറുനീർ മൂലമാ വെളിയേറ്റുന്നു. നുരയീരൽ, കുടൽ, തോൽ ഇവയും ഉടലിൻ്റെ ഉയർക്കയാന ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. ഉണ്മയാന ഡീറ്റോക്സ് എന്നത് എന്ത്? ഡീറ്റോക്സ് മുതൽ വഴിമുറ തണ്ണീർ. ദാഹം എടുക്കുമ്പോൾ മതിയായ അളവിൽ തണ്ണീർ കുടിക്കുക. വിയർവെ, കാലനിയെ, ഉടൽ ഉഴപ്പ്, ആരോഗ്യനില ഇവയ്ക്ക് ഏറ്റ അളവിൽ തണ്ണീർ தேவைப்படும். ஆனால் ഒരേ സമയത്ത് ரொம்ப அதிகமாக തണ്ണീർ കുടിപ്പതും ശരിയല്ല. രണ്ടാമത്, നാർച്ചത്തു നിറഞ്ഞ ഉണർവ്. കായ്കറികൾ, പഴങ്ങൾ, കീരകൾ, പയർവർഗ്ഗങ്ങൾ, കടല്, മുഴുധാന്യങ്ങൾ എന്നിവ ദിവസവും ഉണവിൽ ചേർക്കുക. നാർച്ചത്ത് കുടലിൻ്റെ ഉയക്കത്തെ മെച്ചപ്പെടുത്തി കഴിവുകൾ മുറിയാ വെളിയേറെ സഹായിക്കും. മൂന്നാമത്, പ്രോസസ് ചെയ്ത ഉണവുകളെ കുറയ്ക്കുക. പാക്കറ്റ് സ്നാക്സ്, ഫാസ്റ്റ് ഫുഡ്, അധിക പഞ്ചസാര ഉള്ള പാനീയങ്ങൾ, അധിക ഉപ്പ്, ഡീപ് ഫ്രൈഡ് ഉണർവുകൾ ഇവരെയെ അടിക്കടി സാപ്പിടാതിരിക്കുക. വീട്ടിൽ തയ്യാറാക്കിയ ലളിതമായ സമനില ഉണവ് തിരഞ്ഞെടുക്കുക. നാലാമത്, കല്ലീരലെ പാത്തുക്കാങ്ങുക. മദ്യപാനത്തെ ഒഴിവാക്കിറത്തു അല്ലത് കുറയ്ക്കറത്തു കല്ലീരലിന് ரொம்ப മുഖ്യം. ഡോക്ടറുടെ ആദരവ് ഇല്ലാതെ ഹെർബൽ ഡീറ്റോക്സ് പൗഡർ, ഗുളിക, കഷായം, സപ്ലിമെൻറ്റ് എന്നിവ എടുക്കാതിരിക്കണം. നാച്ചുറൽ എന്ന് എഴുതിയതെല്ലാം സുരക്ഷിതം അല്ല. അഞ്ചാമത്, ഉടൽപയിற்சி. ദിവസം കുറഞ്ഞത് 30 നിമിഷം നടപ്പതു, സൈക്കിൾ ഓട്ടുവതു അല്ലെങ്കിൽ ഇഷ്ടமான വ്യായാമം ചെയ്യുക. ആരോഗ്യപരമായ പരിപാലിപ്പത് കല്ലീരൽ, സിറുനീരകം, ഇതയം എന്നിവയ്ക്ക് സഹായമായി ഇരിക്കും. ആറാമത്, നല്ല ഉറക്കം. ദിവസവും 7 മുതൽ 9 മണി നേരം നല്ല ഉറക്കം ലഭിക്കണം. ഉറക്കം കുറയുന്നാൽ പസി ഹോർമോൺ, മന അഴുത്തം, ഉടൽ ആരോഗ്യം ബാധിക്കപ്പെടും. എപ്പോൾ മെഡിക്കൽ സഹായം തേടണം? വാന്തി, കുടൈമാന, വയറുവേദന, കണ്ണും തോലും മഞ്ഞയായി മാറുതൽ, സിറുനീർ കുറയുന്നൽ, ശ്വാസത്തിണറൽ, മയക്കം അല്ലത് കെമിക്കൽ വിഷബാധ സംശയം ഉണ്ടായാൽ വീട്ടിൽ ഡീറ്റോക്സ് പരീക്ഷിക്കാതിരിക്കുക. ഉടനെ മെഡിക്കൽ സഹായം തേടുക.
ഓവൺ വെച്ചേക്കുക. ഡീറ്റോക്സ് എന്ന് പട്ടിണി ഇരുപ്പതും ഇല്ലേ, ജ്യൂസ് മാത്രം കുടിപ്പതും ഇല്ലേ. കല്ലീരൽ, നമ്മുടെ കല്ലീരൽ, സിറുനീരകം, കുടൽ എന്നിവ ആരോഗ്യമായി വേല ചെയ്യ സഹായിക്കുന്ന നല്ല ശീലങ്ങൾ താൻ ഉണ്മയാർന്ന ഡീറ്റോക്സ്. ആരോഗ്യമാർന്നത് മതിയായ തണ്ണീർ, ദിവസേന ഉടற்பയിற்சி, നല്ല ഉറക്കം, പുകയിലയും മദ്യം ഒഴിവാക്കുതൽ. ഈ വിവരം ഉപകാരമോ ഇരുന്നാൽ வீடியோவை லைக் பண்ணுங்க, ஷேர் பண்ணுங்க. இந்த மாதிரி ஆரோக்கிய விவரங்களுக்காய் நம்முடைய சேனலை சப்ஸ்கிரைப் பண்ணுங்க. நன்றி, வணக்கம்.